ഹായ്, ജംബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈക്രോസോഫ്റ്റ് സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിലൊരു 5-6 ക്ലാസ്സേ നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ CCNA ക്ലാസ്സും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും ദിവസം എടുത്തിരുന്നത് ഒരു സർവർ എന്താണ് എന്നുള്ളതും മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും ഇത് നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഈ ഒരു സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം VMware എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ഒറാക്കിളിലോ അല്ലെങ്കിൽ ഹൈപ്പർ-വി എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനിലോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം ഇത് ചെയ്ത് പഠിക്കാൻ നമുക്കൊരു സർവർ ആവശ്യമാണ്. അതുപോലെ തന്നെ സർവറുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ക്ലയൻറ്റും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഹൈപ്പർ-വി എന്ന് പറയുന്ന അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഞാനൊരു സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ വിൻഡോസ് 10ഉം ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. ഇപ്പം എനിക്ക് ഒരു സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഒരു വിൻഡോസ് 10 ഉണ്ട്. ഇപ്പം അങ്ങനെ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻ്റെ ആ ഒരു ഹൈപ്പർ-വിയിൽ റൺ ആകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു IP ഒക്കെ കൊടുത്ത് ഒരു സ്വിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ സ്വിച്ചുമായിട്ട് ഈ PC-കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി. ഇന്ന് നമ്മൾ നമ്മുടെ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് ADDS എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിയറി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കലിലോട്ട് കിടക്കാം. ഇപ്പോൾ നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ കാര്യം, ഇപ്പോൾ ഈ പറയുന്ന ടോപ്പിക്ക് ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ 1ാമത്തെ ക്ലാസ്സിൽ 2ാമത്തെ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയ ടോപ്പിക്കായിരിക്കാം. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ടോപ്പിക്ക് എന്താണ്? ADDC എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ADDS, ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ്. നമുക്ക് നമ്മുടെ നെറ്റ്വർക്കുകളെ 2 ടൈപ്പ് നെറ്റ്വർക്കുകളാക്കിയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തെ നെറ്റ്വർക്ക് വർക്ക് ഗ്രൂപ്പ് നെറ്റ്വർക്കും, രണ്ടാമത്തത് എന്തായിരുന്നു പറഞ്ഞത്? ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്കും എന്നായിരുന്നു പറഞ്ഞത്. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ വർക്ക് ഗ്രൂപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആ സ്വിച്ചിൻ്റെ സിമ്പൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. CCNA ഒക്കെ ക്ലാസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വിച്ചിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ഇപ്പോൾ ഈ ഒരു സ്വിച്ചിലിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ, ഇതിനെല്ലാം നമ്മൾ ഒരേ റേഞ്ചുള്ള ഒരു IP കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ വിൻഡോസിൻ്റെ 11 ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസ് 11 ആണല്ലോ, അല്ലെങ്കിൽ വിൻഡോസ് 10 ആയിരിക്കാം. 11 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് വിചാരിക്കുക. ഇവരെല്ലാം തമ്മിൽ ഇപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിൽ ഇപ്പോൾ ഒരാൾക്കൊരു ഫയൽ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഇയാളുടെ കയ്യിലൊരു ഫയലുണ്ട്. ആ ഫയൽ അയാൾ ഈ നെറ്റ്വർക്കിലോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഈ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാ PC-കൾക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ഫയൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പ്രിൻ്റർ ഉണ്ട്. ഇതിൽ ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രിൻ്ററാണ്. ഈ പ്രിൻ്റർ ഈ PC-യിൽ ഇരുന്നിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിൻ്റർ ഇവർക്കും അതേപോലെ ഇവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ഫയലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. പ്രിൻ്ററുകൾ, അതേപോലെ CD ഡ്രൈവുകൾ, അങ്ങനെ മറ്റ് എല്ലാ ഡിവൈസുകളും നമുക്ക് ആ നെറ്റ്വർക്കിൽ ഷെയർ ചെയ്തിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സാധാരണ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്കിനെയാണ് നമ്മൾ വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുക. ഈ നെറ്റ്വർക്കിലിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകൾക്കും തുല്യ അവകാശമായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്കിലോട്ട് വരുന്ന സമയത്ത് ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും.
ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എടുത്തു. ഒരു നെറ്റ്വർക്കിലിരിക്കുന്ന ഒരു കൂട്ടം കമ്പ്യൂട്ടറുകൾ. ഇവിടെ ഒരു സർവർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വെക്കും. സർവർ. ഈ സർവർ ഈ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ സർവറിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ള സിസ്റ്റങ്ങളെല്ലാം വരുന്നത്. അത്തരം നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് എന്ന് പറയാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ സർവർ തുടങ്ങുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല ഇതിൽ. ഇത്തരം നെറ്റ്വർക്കിനെ സർവർ ക്ലൈൻറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കും. അപ്പോൾ ഈ സർവർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ സർവർ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഈ സർവറിൻ്റെ അണ്ടറിലായിരിക്കും ബാക്കിയുള്ള സിസ്റ്റങ്ങളെല്ലാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സർവർ OS സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട്, ഇതിലിപ്പോൾ സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്തത്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇതിനൊരു IP കൊടുത്തു. 192.168.10.1 കൊടുത്തു. ഇതിന് 192.168.10.2, 192.168.10.3, ഇതിന് 192.168.10.4, 192.168.10.5 ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ, ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ഇതൊരു ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് ആവില്ല. എന്ന് വെച്ചാൽ ആ നെറ്റ്വർക്കിൽ ഒരു സർവർ കമ്പ്യൂട്ടർ നമ്മൾ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ട് അതൊരു ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് ആവില്ല. ഈ ഒരു സർവർ സിസ്റ്റത്തിൽ ഈ സിസ്റ്റങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷൻ നമ്മൾ ഒരു സർവർ അഡ്മിൻ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ അതൊരു സർവർ ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് ആവുകയുള്ളൂ. മറ്റ് സിസ്റ്റങ്ങളെല്ലാം ആ ഒരു സർവറിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു സർവർ സിസ്റ്റം എടുത്ത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്കൊന്നുമല്ല. നമ്മൾ ഈ ഫസ്റ്റ് കണ്ട പോലെ ഒരു സാധാരണ നെറ്റ്വർക്കാണ് ഈ ഒരു നെറ്റ്വർക്ക്. അതിലൊരു കമ്പ്യൂട്ടർ ഉണ്ട്, അതിൽ സർവർ OS ആണെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകതകളൊന്നും അതിനില്ല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഒരു സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എങ്ങനെയാണ് ഒരു ഡൊമെയിൻ നെറ്റ്വർക്ക് ആക്കുന്നത്, ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് ആക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ആക്കി മാറ്റാൻ ഈ സർവറിൽ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ഈ സർവറിൽ നമ്മൾ ജസ്റ്റ് സർവർ OS ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് കാര്യമില്ല. ആ ഒരു സർവറിനെ നമ്മളൊരു ഡൊമെയിൻ കൺട്രോളർ ആക്കി മാറ്റണം. ഡൊമെയിൻ കൺട്രോളർ എന്താന്ന് വെച്ചാൽ ഒരു ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്കിനെ നിയന്ത്രിക്കുന്ന സിസ്റ്റത്തെയാണ് ഡൊമെയിൻ കൺട്രോളർ എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഈ നെറ്റ്വർക്കിനെ മുഴുവനായിട്ടും നിയന്ത്രിക്കുന്ന സിസ്റ്റം ഈ സർവർ ആയിരിക്കില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മളൊരു ഡൊമെയിൻ കൺട്രോളർ എന്ന് വിളിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു സർവർ OS ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ ഡൊമെയിൻ കൺട്രോളർ ആക്കി മാറ്റുകയും ബാക്കിയുള്ള സിസ്റ്റങ്ങളെയെല്ലാം ഈ ഒരു ഡൊമെയിൻ കൺട്രോളറിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു തിയറി സെക്ഷനാണ്. ഞാൻ ഒരു 30-40 മിനിറ്റുള്ള വീഡിയോ ചെയ്യണം എന്നുണ്ട്. പക്ഷേ അത്രയും വീഡിയോ ചെയ്തിട്ട് അത് റെൻഡറായി വരാൻ സിസ്റ്റത്തിന് കുറച്ച് ലാഗ് വരുന്നുണ്ട്. ഗ്രാഫിക്സ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കത് എൻ്റെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ്റെ പ്രശ്നം കൊണ്ട് ആ വീഡിയോ റെൻഡർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡൊമെയിൻ കൺട്രോളർ ആക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ഡൊമെയിൻ എങ്ങനെയാണ് ഒരു ഡൊമെയിൻ ആക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം ഞാൻ കുറച്ച് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഒരു ഡൊമെയിൻ നമ്മുടെ കയ്യിലൊരു ഹൈപ്പർ വി ഉണ്ടല്ലോ, ഒരു വെർച്വൽ മെഷീൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വെച്ച് ഞാനൊരു ഡൊമെയിൻ കൺട്രോളറും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു സിസ്റ്റത്തെ ഒരു ഡൊമെയിൻ കൺട്രോളർ ആക്കി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള വിൻഡോസ് 10 ഉണ്ടല്ലോ, ആ 10നെ ആ ഡൊമെയിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരുന്നതും കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ആദ്യം ഒരു ഡൊമെയിൻ കൺട്രോളർ ആകാൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റത്തെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ സിസ്റ്റം. ഇത് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തു. ഇതിലേതുണ്ടാവുക? സർവർ OS ഉള്ളത്. സർവർ OS ഇപ്പം നമ്മൾ 2025 ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സർവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഈ കമ്പ്യൂട്ടറിനെ നമ്മളൊരു ഡൊമെയിൻ കൺട്രോളറാക്കി മാറ്റാൻ പോവുകയാണ്. ഡൊമെയിൻ കൺട്രോളറാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സർവറിന് ഒരു IP സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ഈ ഒരു IP അഡ്രസ്സ് പിന്നീട് നമ്മൾ ഇതിനൊരു ഡൊമെയിൻ കൺട്രോളർ ആക്കിയതിന് ശേഷം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഡൊമെയിൻ കൺട്രോളറിനെ ഒരു ഡൊമെയിൻ കൺട്രോളർ ആക്കാൻ വേണ്ടിയിട്ട് ആ സർവർ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ നെറ്റ്വർക്കിന് ഏത് IP ആണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സർവറിന് കൊടുക്കുന്ന ഒരു IP ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ എഴുതുവാണ്. ഇവിടെ ഞാൻ 192.168.10.1 ഇങ്ങനൊരു IP സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഡൊമെയിൻ ഇടുന്നതെങ്കിൽ പിന്നീട് എൻ്റെ സർവറിൻ്റെ IP എപ്പോഴും ഇതായിരിക്കും. പിന്നീട് ഇടയിൽ പോയിട്ട് മാറ്റുന്ന പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ആദ്യം ഒരു സർവർ സിസ്റ്റത്തെ ഡൊമെയിൻ കൺട്രോളർ ആക്കണമെങ്കിൽ ആദ്യം IP സെറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ആ സർവറിനകത്ത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് എന്ന് പറയുന്ന റോൾ ഉണ്ട്, ADDS പ്ലസ് DNS എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അത് രണ്ടും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. ശരിക്കും ഈ DNS നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിലും ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് DNS ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകും കേട്ടോ. അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ ADDSഉം DNSഉം കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ADDS എന്ന് പറയുന്ന സർവീസ് ഉണ്ടല്ലോ, ആ ഒരു സർവീസിനെ നമ്മൾ കോൺഫിഗർ ചെയ്യുക. അങ്ങനെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റം എന്തായിട്ട് മാറി? ഒരു ഡൊമെയിൻ കൺട്രോളറായിട്ട് മാറി. അങ്ങനെ ഈ ഒരു സിസ്റ്റം ഡൊമെയിൻ കൺട്രോളറായിട്ട് മാറും. ഇതിൻ്റെ അണ്ടറിലിരിക്കുന്ന ബാക്കി ഈ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ബാക്കി കമ്പ്യൂട്ടറുകളുണ്ടല്ലോ, ഇതിലൊക്കെ വിൻഡോസ് 10 11 ഒക്കെ ആയിരിക്കുമല്ലോ, ഇതെല്ലാം ഓൾറെഡി ഡിഫാൾട്ടായിട്ട് ഏതിലായിരിക്കും? വർക്ക് ഗ്രൂപ്പിൽ എന്ന് പറയുന്നതിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിനെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡൊമെയിൻ്റെ അണ്ടറിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ഫസ്റ്റ് ടൈം കൊണ്ടുവന്നാൽ മതി, പിന്നീട് എപ്പോഴും അത് ഡൊമെയിൻ്റെ അണ്ടറിലായിരിക്കും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡൊമെയിൻ ബേസ്ഡ് നെറ്റ്വർക്കായിട്ട് അത് മാറും. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഡൊമെയിൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പ്രാക്ടിക്കൽ കാണിച്ചു തരാം. ഒരു സർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലെങ്ങനെയാണ് ഡൊമെയിൻ കൺട്രോളർ കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു ഡൊമെയിൻ കൺട്രോളർ ഇടുക എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുമായിട്ട് കാണാം.